ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. ആൻഡ് ഞാൻ റെഡി ആയിട്ടുണ്ട്, മുടിയൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് എല്ലാം റെഡി ആയിട്ട് നമ്മൾ അച്ഛൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. ഇന്ന് അച്ഛൻ്റെ റിസൾട്ടാണ്. സോ റിസൾട്ട് വാങ്ങിയിട്ട് പ്രോഗ്രസ് കാർഡ്, ബുക്സ് തരും, ഫീസ് അടയ്ക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് മേമിൻ്റെ അടയ്ക്കും കൂടെ പോകണം. സോ ആൻഡ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതിനെക്കുറിച്ചായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ് അഗെയിൻ. ആൻഡ് അവരിറങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിന്ന് കുറച്ച് ചുറ്റി പോകേണ്ട കാര്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറുകളൊന്നും പോവില്ല. സോ നമ്മൾ ചുറ്റിയിട്ട് വേണം പോകാൻ. ആൻഡ് നമ്മൾ കാറിൽ കയറി സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അച്യുതാ കാറിൽ കയറിയിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുൻ്റെ റിസൾട്ട് എപ്പോഴാണ്? അപ്പോൾ നല്ലല്ലോ. അപ്പുൻ്റെ മറ്റന്നാളാണ് അപ്പുൻ്റെ റിസൾട്ട്. നമ്മളിപ്പോൾ അച്ഛൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് ബുക്കൊക്കെ വാങ്ങിയിട്ട് നേരെ മേമൻ്റെ അവിടേക്ക് പോകും. സ്കൂൾ എത്തിയിട്ട് പിന്നെ കാണാം. ഓക്കെ. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ കുളിച്ചപ്പോൾ ഉണങ്ങിയിട്ടില്ല മുടി. സോ ഞാനൊന്നും ചെയ്തില്ല, മുടിയിലൊന്നും ചെയ്തില്ല. കാറിൽ പോകുമ്പോൾ കാറ്റൊക്കെ കൊണ്ട് പിന്നെ ഉണങ്ങുമല്ലോ മുടി. സോ അത് കഴിഞ്ഞിട്ട് ഇടാൻ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അവിടുത്തെ പാലം പണിയായതുകൊണ്ട് നമ്മൾ ചുറ്റി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതാ ഈ വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. കാരണം കാർ അതിൽ പോവില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാവും. പാലത്തിൻ്റെ വർക്ക് ഓൺ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈ വഴി കൂടിയൊക്കെ പോയിട്ട് വേണം മെയിൻ റോഡിലേക്ക് എത്താനായിട്ട്. കാർ കൊണ്ടുപോകുമ്പോൾ 2 വീലർ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോകാൻ പറ്റും. 2 വീലറിന് പോകാനുള്ള പാലം അവർ ആക്കി തന്നിട്ടുണ്ടല്ലോ. സോ കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ ഇതിൽ. ഓപ്പോസിറ്റ് ഏതെങ്കിലും വണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ബാക്ക് എടുക്കാനായിട്ട്. പിന്നെ അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാറ് വന്നിട്ടുണ്ടെങ്കിൽ പെടും. 2 കാറിന് ഇങ്ങനെ വേലി ചേർന്നിട്ട് വേണം പോവാൻ. നമ്മളുടെ സ്റ്റോപ്പിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ പാലം പണിയായതുകൊണ്ട് നമ്മൾ ഒരുപാട് ചുറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സമയം ഒരുപാട് നഷ്ടമാണ്. വേഗം തന്നെ സ്കൂളിലെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം ഒരുവിധം കറക്റ്റ് സമയത്തിനൊക്കെ സ്കൂളിലെത്തി. ഞാനും അപ്പവും ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മേമ മാത്രം പോയിട്ട് വേഗം റിസൾട്ടൊക്കെ നോക്കി അവൻ്റെ പ്രോഗ്രസ് കാർഡും ബുക്സും ഫീസും എല്ലാം അടച്ച് ബുക്സൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് പിക്ചേഴ്സും വീഡിയോ ക്ലിപ്സും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഫീസൊക്കെ അടയ്ക്കുന്ന സ്ഥലമാണിത്. ബുക്സ് എല്ലാം കണ്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ മേമയ്ക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ. പിന്നെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് കാറിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രോഗ്രസ് കാർഡും പേപ്പേഴ്സും പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള ബുക്സ്, നോട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇത്രയും ബുക്സും കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ്റെ ഇതായിട്ടുള്ളത് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. മേമ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പുവിൻ്റെ നോട്ട്സും ബുക്സും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമ അപ്പുവിൻ്റെ ഫീസ് അടച്ചിട്ട് നോട്ട്സും ബുക്സും കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി വീടെത്തിയിട്ട് ഞങ്ങളിവിടെ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, മേമൻ്റെ അവിടേക്കാണ് പോകുന്നത്. സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പുവിൻ്റെ യൂണിഫോമും കിട്ടി, അപ്പുവിൻ്റെ ബുക്സും കിട്ടിയിട്ടുണ്ട്, സോക്സും കിട്ടിയിട്ടുണ്ട്, ബുക്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ എത്ര മണിക്ക് വന്നതാണ്? ഇപ്പം എത്ര മണിയായി? 12:30 നമ്മൾ എത്ര മണിക്ക് വന്നതാണ്? നമ്മളൊരു 10:45 ഇവിടെ എത്തിയതാണ്. നമ്മൾ വാഹന പുക പരിശോധിക്കാൻ വന്നതാണ്. ആൻഡ് അത് നെസസറി ആയിട്ടുള്ള കാര്യമാണല്ലോ, പൊല്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഇനി ചാച്ചന് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് ദുബായിൽ. സോ ചാച്ചനെ വിളിക്കാൻ എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് അത് അത്യാവശ്യമായതുകൊണ്ടാണ് ഇപ്പം തന്നെ കൈവഴി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. സോ നമ്മളിത് വേഗം എടുത്തിട്ട് പോകും. പരിപാടി ഇപ്പം കഴിയും കേട്ടോ. ആൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മേമൻ്റെ വീട്ടിലേക്കാണ്. സോ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഞങ്ങളുടെ വ്ളോഗ്സൊക്കെ ആദ്യം മുതലേ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ നല്ല പാടത്തിൻ്റെ
നടുവിലൂടെ ഉള്ള വഴിയിലൂടെയാണ്. അത് 2 സൈഡും പാടമാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ മേമൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഭാഗത്തും 2 സൈഡും പാടം, കുളം ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇതിലൂടെ പോകാൻ നല്ലൊരു വൈബാണ്. ടൗണിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒത്തിരി ഇഷ്ടമാവാറുണ്ട്. പൊതുവേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളത് മേമൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അമ്മയുടെ വീട് വരുന്നത് റോഡ് സൈഡ് തന്നെയാണ്. റോഡ് ഹൈവേ റോഡൊന്നും അല്ല, ചെറിയ റോഡ് തന്നെയാണ്, എന്നാലും റോഡ് സൈഡായിട്ടാണ് വരുന്നത്. ഞങ്ങളിവിടെ വന്ന് കുറേ നേരം ഇരിക്കാം, സ്പെൻഡ് ചെയ്യാം. ഇവിടെ 2 കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അച്ഛനും ഉപ്പൂനൊക്കെ ഒരു റിലാക്സേഷൻ കൾച്ചറിലൊക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നാണെന്ന് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ട്. ഈ അടുക്കളയിൽ കണ്ടോ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ പെട്ടെന്നൊരു പ്ലാൻ ചേഞ്ച് കാരണം നമ്മൾ പോവാണ്. വീട്ടിലേക്കല്ല ഗൈസ് പോണത്, പക്ഷേ നമ്മൾ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, അമ്മമ്മയുടെ വീടെത്തിയ സിഗ്നലാണിത്. ഇവിടെ അടിപൊളിയാണ്, ഫുൾ പാടങ്ങളാണ്. ചെറുതായിട്ടൊരു ടാർ റോഡ്, ചെറിയൊരു റോഡ് മാത്രമേ ഉള്ളൂ, ഫുൾ പാടമാണ്. അടിപൊളിയാണ് ഇവിടെ. വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ നടക്കാനിറങ്ങാനൊക്കെ സൂപ്പറാണ്. മഴ പെയ്തിട്ടുള്ള ഈ വെള്ളമാണ് ഈ കാണുന്നത്. എല്ലാ കണ്ടത്തിലും നിറയെ വെള്ളമായിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ. നേരത്തെ പറഞ്ഞ പ്ലാൻ ചേഞ്ച് ഉണ്ടല്ലോ, അതിതായിരുന്നു. മേമനോട് പോയപ്പോൾ പെട്ടെന്ന് അവിടെ അടുത്തുള്ളൊരു കുളത്തിലെ മീനൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് മീനൊക്കെ പിടിച്ചു. അപ്പോൾ അവിടെ ആണെങ്കിൽ ചാച്ചൻ കഴിക്കില്ല. പിന്നെ കുട്ടികൾക്ക് അവിടെ കുറച്ച് വെച്ചിട്ട് ഒരുപാട് കിട്ടിയപ്പോൾ കുട്ടികൾക്ക് കുറച്ച് അവിടെ വെച്ചിട്ട് അമ്മമ്മയുടെ ഇടയ്ക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ നേരെയൊക്കെയാണ്. സോ ഇവിടെ എത്തിക്കാനായിരുന്നു ഞങ്ങൾക്ക് ആ ധൃതിയും. അവിടെ നിന്ന് വേഗം വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മേമ്മമാരൊക്കെ ഇരുന്ന് നേരാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കറി വെച്ച് കഴിച്ചു. അതല്ല, നേരാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മമ്മ വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്ത് തരുമായിരുന്നു. വലിയ മീനാണ്. അമ്മമ്മയ്ക്ക് ഒറ്റയ്ക്ക് നേരാക്കാനുള്ള ആ ഒരു ഇതില്ല, കാരണം ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ അമ്മമ്മ ഇന്നത്തെ ഇല്ല നേരാക്കാൻ. അതിന് പകരം അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്ത് തരുമായിരുന്നു അമ്മമ്മ. അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ അവിടെ കൂടാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ പെട്ടെന്ന് പ്ലാൻ ഒക്കെ മാറി. അത് വിചാരിക്കാത്തൊരു പ്ലാനായിപ്പോയി. അമ്മമ്മയുടെ കൂടെ വന്നു. നമ്മളങ്ങനെ പള്ളത്തേരുന്നതായിരുന്നു അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് നേരെ വീണ്ടും വന്നിരിക്കുന്നത് മേമയുടെ വീട്ടിലേക്കാണ്. കാരണം നമ്മൾ കുറേ സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൽ തന്നെയാണ് തിരിച്ചു പോകേണ്ടതെന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. മേമ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി എടുത്തിട്ട് വരും സാധനങ്ങളൊക്കെ. അപ്പവും അച്ചുമൊക്കെ പള്ളത്തേരിയിൽ പോയി കളിച്ച് മദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹർഷം ഉണ്ടായിരുന്നു, വേറെ ഒരു മേമയുടെ മാനുണ്ടായിരുന്നു കളിക്കാനായിട്ട്. ഇപ്പോൾ ഭയങ്കര സൈന വന്നിട്ടുണ്ട്. ഇതാ നീ